നമ്മൾ ഇന്ന് രണ്ട് മോഡലിലെ അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാട്ടോ എത്തിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വലിച്ചിട്ടാണ് തന്നെ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചെറിയ സൈസിലെ ഫ്ലവർ ബീഡ്സ് വേണം, ബട്ടർഫ്ലൈ വേണം. ബട്ടർഫ്ലൈ ഓപ്ഷണൽ ആണ്. പിന്നെ B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. 4mm 3mm 5mm യൂസ് ചെയ്യാം. അതുപോലെ ഗോൾഡൻ കളറോ സിൽവർ കളറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ ബീഡ്സ് 3mm ഒക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 4mm സൈസിലെ ഗോൾഡൻ ബീഡാണ് കേട്ടോ. ഇനി നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു 2 മീറ്ററോളം ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഹെയർ ബാൻഡിന്റെ ഇങ്ങനെ ചെരിഞ്ഞ പോർഷൻ ആയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് ഒരു സൈഡിലേക്ക് മാത്രം നിൽക്കുന്ന പോലെയാണ്, മൊത്തത്തിലല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ ബാൻഡിന്റെ സെന്ററിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പി ഇങ്ങനെ നല്ലപോലെ ചുറ്റി ടൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ എൻഡിങ്ങിൽ കൂടെ ആദ്യം ഫ്ലവർ ബീഡ് ഒരെണ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുത്ത ആ ഒരു സെയിം പോർഷനിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗോൾഡൻ ബീഡ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഹെയർ ബാൻഡിലേക്ക് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമ്മൾ നല്ല ഫ്ലവർ ബീഡ് നല്ല ടൈറ്റ് ആക്കി പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗോൾഡൻ ബീഡ് ഇങ്ങനെ പൊക്കി മാറ്റി നിർത്തിയിട്ട് ഫ്ലവർ ബീഡിന്റെ ഉള്ളിൽ കൂടെ മാത്രം നമ്മൾ ആ കമ്പി ഇങ്ങനെ താഴേക്ക് വലിച്ചെറുക്കുക. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടും ഫിക്സ് ആയിട്ടും ആ ബീഡ് അവിടെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് ഗിയർ വയർ ഒന്ന് 2-3 പ്രാവശ്യം ഹെയർ ബാൻഡിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ താഴെ വരെ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതായത് ഒരു സൈഡിലേക്ക് മൊത്തത്തിൽ നമ്മൾ ഈ ഫ്ലവർ ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ ബീഡ്സും യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ ആകെ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബീഡ് ഇട്ടിട്ട് ഫ്ലവർ ബീഡിന്റെ ഉള്ളിൽ കൂടെ കമ്പി ഇറക്കി കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് മാത്രമാണ്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഒത്തിരി അധികം വീഡിയോസിൽ, അതായത് ഇതിനു മുമ്പ് ചെയ്ത കഴിഞ്ഞ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടി നമ്മൾ 1-2 പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ അത്യാവശ്യം ഒരു സൈഡിലേക്ക് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മനസ്സിലാവാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ ഫ്ലവർ ബീഡ് ഇട്ട് ഹെയർ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. ആദ്യം നമ്മൾ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലവർ ബീഡ് നല്ലപോലെ പിടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നമ്മളൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബീഡ് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ കമ്പി ഇതുപോലെ താഴേക്ക് ഇറക്കി കൊടുക്കുക. ഇങ്ങനെ താഴേക്ക് ഇറക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഫ്ലവർ ബീഡ് നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ മാത്രമേ ആ ഫ്ലവർ ബീഡ് ഇരിക്കുന്ന പൊസിഷനിൽ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലവർ ബീഡ് ഇളകി കളിക്കുന്നതനുസരിച്ച് ഗിയർ വയർ കയറി വരും. അപ്പോൾ ഫ്ലവർ ബീഡ് ഇങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ടൈറ്റാക്കി പിടിച്ച് വലിച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് എന്തായാലും ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്ലവർ ബീഡ്സും ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അവസാനം എൻഡിങ്ങിൽ നമ്മൾ എത്രത്തോളം ചെയ്യണമെന്ന് വിചാരിച്ചു അത്രത്തോളം ചെയ്തതിന് ശേഷം എൻഡിങ് ഭാഗത്ത് ഗിയർ വയർ നല്ലപോലെ ചുറ്റി കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ട് കൊടുത്ത അവിടെ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഉപയോഗിച്ച് കേട്ടോ, B7000 ഗ്ലൂ ഉപയോഗിച്ച് നമ്മളവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളുടെ സെക്കൻഡ് മെത്തേഡിലോട്ട് കിടക്കുകയാണ്. സെക്കൻഡ് മെത്തേഡിൽ വലിയ സൈസിലെ ഫ്ലവർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4mm സൈസിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ്, റെഡ് കളറിലെ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ വയറും എടുത്തിട്ടുണ്ട്. ഗിയർ വയർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിൽവറോ ഗോൾഡനോ യൂസ് ചെയ്യാം. 3mm 4mm 5mm യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതുപോലെ ഈ ഒരു ഹെയർ ബാൻഡ് നമ്മൾ സൈഡ് പോർഷനിലേക്കാണ് വരുന്ന പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഹെയർ ബാൻഡിന്റെ ഒരു അറ്റത്ത് നിന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് താഴ്ഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ചോളം നമ്മൾ നീക്കിയിട്ടാണ് ഇതുപോലെ ഫ്ലവർ ബീഡ്സ് ഇടാൻ വേണ്ടി കെട്ടിട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫ്ലവർ ബീഡ് ഇട്ടു, അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. എന്നിട്ട് ക്രിസ്റ്റൽ ബീഡിൽ കൊള്ളാത്ത രീതിയിൽ ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം കൊള്ളുന്ന രീതിയിൽ താഴേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എൻഡിങ് ഭാഗത്ത് ഞാനൊരു 2 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു സൈഡ് പോർഷനിലേക്കാണല്ലോ വരുന്നത്. ആ സൈഡ് പോർഷനിൽ വരുന്ന എൻഡിങ്ങിൽ ഞാനൊരു 2 അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോളം ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചുള്ള ഗ്യാപ്പ് ഇട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇപ്പോൾ നമ്മൾ ആ ഒരു സെയിം മെത്തേഡിൽ സൈഡ് പോർഷനിലേക്ക് വരുന്ന പോലെ നമ്മളിത് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് സെയിൽ ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിന് ഇത് കൊടുക്കാം. അതായത് റേറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മെറ്റീരിയൽ റേറ്റ് പ്ലസ് നിങ്ങളുടെ എഫേർട്ട് റേറ്റ് ഒക്കെ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ റേറ്റ് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഇടാം, പക്ഷേ അത് കസ്റ്റമേഴ്സിന് കൂടി അഫോർഡബിൾ ആകുന്ന രീതിയിൽ പ്രൈസ് ഇടാൻ ശ്രദ്ധിക്കാം കേട്ടോ. എന്ന് വെച്ച് നമ്മളുടെ എഫേർട്ട് വാല്യൂവിനെ നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവായി പോയ പ്രൈസിനെയും കൺസിഡർ ചെയ്യാണ്ട് നിങ്ങൾ പ്രൈസ് ഇടുകയും ചെയ്യരുത്. അപ്പോൾ രണ്ടു പേർക്കും ഈക്വലി അഫോർഡബിൾ ആകുന്ന രീതിയിൽ വേണം നമ്മൾ പ്രൈസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ള ഒരു ചെറിയ ടിപ്പൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ പോലെയുള്ള ബിഗിനേഴ്സ്, അതായത് ഒത്തിരിയധികം ബിഗിനേഴ്സ് നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ടാകും, അവർക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ 2 ഹെയർ ബാൻഡിൻ്റെയും ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡും നേരത്തെ ചെയ്ത മെത്തേഡും ചെറിയൊരു വ്യത്യാസം, ബീഡ്സും ഫ്ലോ ബീഡ്സും മാറ്റിയെന്നുള്ളൂ. അപ്പോൾ 2 മെത്തേഡും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ മറക്കാണ്ട് നമ്മളുടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, ഒപ്പം നിങ്ങൾ സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ മസ്റ്റായിട്ട് പോയിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ 2ൻ്റെയും ഫൈനൽ റിസൾട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, താങ്ക് യു.